എല്ലാവർക്കും ചെമ്പനീർപ്പ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുകയാണ് നമ്മുടെ ഭാമയിൽ നിന്നും. എന്താണത്? നമ്മുടെ വർഷ ഭയങ്കര പണക്കാരിയാണ്, നമ്മുടെ ശ്രുതിയെക്കാളും വലിയ പണക്കാരിയാണ് നമ്മുടെ വർഷ എന്നുള്ള കാര്യം നമ്മുടെ ഭാമ നമ്മുടെ ചന്ദ്രമതി അറിയിക്കട്ടെ. അപ്പൊ നമ്മുടെ ഭാമ പറയുന്നുണ്ട്, എടി നീ ഇപ്പോഴേ ആ ഒരു മരുമകളെ ചാക്കിലാക്കി വീട്ടിലേക്ക് വിളിച്ചാൽ നിനക്ക് ഭയങ്കര കുറെ പൈസ കിട്ടും, ആ മരുമകളുടെ ഭയങ്കര പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നീ ഇത് അവളെ വർഷയെ പോയി കണ്ട് നീ വീട്ടിലേക്ക് വിളിച്ചിട്ട് വാ, എപ്പോഴായാലും ഒരു വീട്ടിലേക്ക് വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമ നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി എന്തായാലും വീട്ടിൽ ചെന്ന് അത് ചർച്ച ചെയ്ത് നമ്മുടെ രവി നമ്മുടെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിപ്പിക്കും അല്ലെ. ഇനി നമ്മുടെ ചന്ദ്രമതിയുടെ കണ്ണിലുണ്ടിയായ മരുമകൾ തന്നെയായിരിക്കും നമ്മുടെ വർഷ അല്ലെ. എത്രയും പണക്കാരിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സച്ചിക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വരുന്നൊരു രംഗമാട്ടെ. അപ്പൊ നമ്മുടെ രേവതി വരുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ കൂട്ടുകാരോടാട്ടെ പറയുന്നത്, എനിക്ക് ഫുഡൊന്നും വേണ്ട, ഇവിടെ നിന്ന് പോകാൻ പറയടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകില്ല, ഈ ഒരു ഫുഡ് തീരാതെ ഞാൻ പോകില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ബ്ലാങ്കറ്റ് ഒക്കെ നിലത്ത് ആ ഒരു ഫുട്പാത്തിൽ വിരിച്ചിട്ട് ഇങ്ങനെ കുറെ ഐറ്റംസ്, ഇങ്ങനെ മീൻ വറുത്തതുണ്ട്, മീൻ പൊള്ളിച്ചതുണ്ട്, ഇന്ന ഐറ്റം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾ എല്ലാവരും വന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ പായൊക്കെ വിരിച്ച് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളമ്പുകട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മണം പിടിച്ച് ഓടിപ്പോകാട്ടെ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, പോകില്ല, അയ്യോ എടാ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ സമ്മതിക്കുന്നില്ല, എടാ എനിക്ക് ആ മീൻ വറുത്തതിന്റെ മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഓടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനത്തെ ഒരു രംഗത്തിലാണ്. അപ്പൊ നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ വെച്ച് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാട്ടോ. കുറച്ചൊരു ദിവസമായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കണ്ണീരിൽ കുതിർന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ ഒരു പ്രൊമോയിലാണ് നമുക്ക് അതിൽ നിന്നും രേവതിക്ക് ഒരു ചിരിയിലോട്ട് ഒരു ട്രാൻസ്ഫർ കിട്ടിയ പോലത്തെ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിച്ചേട്ടോ. അപ്പൊ എന്തായാലും ഒരു മനോഹരമായിട്ടൊരു എപ്പിസോഡ് തന്നെയാട്ടോ നാളെ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.